നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് കൗമാരം. വ്യക്തിയുടെ തനത് സ്വഭാവ സവിശേഷതകളും കഴിവുകളും പൂർണ്ണത പ്രാപിക്കുന്ന ഈ ഘട്ടത്തിൽ നിരവധി ശാരീരിക മാനസിക മാറ്റങ്ങൾക്കും ഈ പ്രായക്കാർ വിധേയമാകുന്നുണ്ട്. കൗമാരക്കാരിൽ ഉണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങളെക്കുറിച്ചും അവയുടെ കാരണങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്തത്. ഈ വിഷയത്തിലുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനും കൂടുതൽ കാര്യങ്ങൾ പറയാനും ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് ഗൈനക്കോളജിസ്റ്റും പരുമല ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ഷെറിൻ ജോസഫാണ്. ഡോക്ടർ, സ്വാഗതം. അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഈ കൗമാര പ്രായക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരുടെ ഈ പ്രായം, അതിൻ്റെ പ്രത്യേകതകൾ എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് ഈ കൗമാര പ്രായം അല്ലെങ്കിൽ ടീനേജ്, അതിന്റെ പ്രാധാന്യം എന്താണ്? ഒരു പെൺകുട്ടിയെ സ്ത്രീയായി മാറ്റാൻ പ്രകൃതി എടുക്കുന്ന ഒരു മാന്ത്രികമായ പ്രക്രിയയാണ് ഈ കൗമാരത്തിൽ സംഭവിക്കുന്നത്. സാധാരണ 10 വയസ്സ് തൊട്ട് 20 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ കൗമാരം എന്നുള്ള രീതിയിൽ പറയുന്നത്. ഈ സമയത്ത് ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ വളരെയധികം രൂപഭാവ പരിണാമങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിനവളെ ഹെൽപ്പ് ചെയ്യുന്നത് സ്ത്രീ ശരീരത്തിലുള്ള, പെൺകുട്ടിയുടെ ശരീരത്തിലുള്ള കുറെ ഹോർമോൺസ് ആണ്. ഈ ഹോർമോൺസിന്റെ ഏറ്റക്കുറച്ചുകൾ അനുസരിച്ച് ഈ രൂപഭാവ പരിണാമങ്ങൾക്ക് ചിലപ്പോൾ ചില വ്യതിയാനങ്ങൾ സംഭവിക്കാം. അത് ആ പെൺകുട്ടിക്കും ആ പെൺകുട്ടിയുടെ പേരൻസിനും വളരെയധികം ബുദ്ധിമുട്ടുകളും ആകാംക്ഷയും ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ ഒരു ശാസ്ത്രീയമായ വശത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് ഇന്ന് ഈ സംവാദം സഹായിക്കുന്നത്. തീർച്ചയായും ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനം ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ പെൺകുട്ടികളിലാണ് നിരവധി മാറ്റങ്ങൾ ഈ ഒരു പ്രായത്തിൽ നമ്മൾ കാണുന്നത്. ആൺകുട്ടികൾക്കുമുണ്ട്. എങ്കിൽ പോലും ഏറ്റവും പ്രധാനം ആർത്തവം എന്നൊരു വിഷയം തന്നെയാണ് പെൺകുട്ടികളെ സംബന്ധിച്ച്. ഇതിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ആർത്തവവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, അതിൻ്റെ വരുന്ന കാലഘട്ടം, ആ കാര്യത്തിൽ വേദന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എപ്പോഴും പെൺകുട്ടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ഈ ആർത്തവം സംഭവിക്കുന്ന ആ ഒരു ഘട്ടം മുതൽ പെൺകുട്ടികൾക്ക് വരുന്ന മാറ്റങ്ങളൊക്കെ, അതിനെ എങ്ങനെയാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്? ഒരു പെൺകുട്ടി ഒരു പിബർട്ടിയിലോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 10 വയസ്സ് തൊട്ട് 20 വയസ്സിനുള്ളില് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ കുറെ ശാരീരിക മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ഒന്നാമത്, പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒരു പുഷ്ടിമ ഉണ്ടാവുക, പെൺകുട്ടിയുടെ പൊക്കം വർദ്ധിക്കുക, ബ്രസ്റ്റിന് ഒരു ചേഞ്ചസ് വരിക, പിന്നെ പ്രൈവറ്റ് പാർട്സിൽ രോമ വളർച്ച ഉണ്ടാവുക. അതിന്റെ അടുത്ത സ്റ്റെപ്പാണ് പീരിയഡ്സ്. അത് ഞങ്ങൾ മെനാർക്കി എന്നാണ് പറയുന്നത്. അതിന്റെ ഏജ് എന്ന് പറയുന്നത് പഴയ കാലത്ത് അത് 14 വയസ്സ് 15 വയസ്സൊക്കെ ആയിരുന്നത് ഇപ്പോൾ അത് 9 വയസ്സ് 10 വയസ്സിലേക്ക് മാറിയിട്ടുണ്ട്. 8 വയസ്സിൽ പോലും പീരിയഡ്സ് ആകുന്ന പെൺകുട്ടികളുണ്ട്. അത് ഈ കാലക്രമമായിട്ടുള്ള മാറ്റങ്ങളുടെ അവസാനത്തെ പടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പീരിയഡ്സ് 28 ദിവസം കൂടുമ്പോൾ വരിക എന്നുള്ളതാണ് ഒരു പ്രകൃതി നിയമം. പക്ഷെ 21 വയസ്സിനും 35 വയസ്സിനും ഇടയ്ക്ക് ഈ കൊച്ചു കുട്ടികളിൽ പീരിയഡ്സ് വരുന്നത് അസാധാരണമല്ല, അതൊരു പ്രോബ്ലം അല്ല. പീരിയഡ്സ് ഹെവി ആവുക എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഒരു 35 to 50 ml ബ്ലഡ് ആണ് ഒരു മാസം ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് പോകുന്നത്. അത് 80 ml കൂടുതലാണെങ്കിൽ മാത്രമേ നമ്മൾ ഹെവി പീരിയഡ്സ് എന്ന് പറയാറുള്ളൂ. അത് എങ്ങനെയാണ് നമ്മളത് അസസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരു പെൺകുട്ടി എത്ര പാഡ് ഒരു ദിവസം എത്ര മണിക്കൂർ കൂടുമ്പോൾ മാറ്റുന്നു, ആ പെൺകുട്ടിക്ക് ക്ലോട്ട്സ് ആയിട്ട് ബ്ലഡ് പോകുന്നുണ്ടോ, ആ പെൺകുട്ടിയുടെ ഹീമോഗ്ലോബിൻ ലെവൽ എങ്ങനെയാണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ പീരിയഡ്സ് ഹെവി ആണോ അല്ലയോ എന്നുള്ളത് ഒരു ഡോക്ടർക്ക് അസസ് ചെയ്യാൻ സാധിക്കുക. ഇപ്പോൾ 28 ഡേയ്സ് കൂടുമ്പോൾ വരണം നിർബന്ധം ഇല്ലെന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. 21 ദിവസത്തിനും 35 ദിവസത്തിനും ഇടയ്ക്ക് പീരിയഡ്സ് വരാം. അപ്പൊ ഈ പീരിയഡ്സിന്റെ സമയത്ത് ഉണ്ടാകുന്ന വേദനകളെ കുറിച്ച് പറഞ്ഞാല്, അതിന് നമ്മൾ ഡിസ്മെനോറിയ എന്നാണ് പറയുന്നത്. അത് 2 തരത്തിലുണ്ട്. അതും വളരെയധികം പേഷ്യൻസ് ഈ വേദനയായിട്ട് നമ്മുടെ OP-ൽ വരാറുണ്ട്. അതിന് ഒന്ന് പ്രൈമറി, 2 സെക്കൻഡറി എന്ന് പറയും. പ്രൈമറി എന്ന് പറഞ്ഞാൽ എല്ലാ പെൺകുട്ടികൾക്കും പീരിയഡ്സിന്റെ സമയത്ത് ഉണ്ടാകുന്ന യൂട്രസിന്റെ കൺട്രാക്ഷൻസ് മൂലം വരുന്ന പെയിനാണ് പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് ഡേയിലോ സെക്കൻഡ് ഡേയിലോ ആയിരിക്കും വളരെയധികം കൂടുതലായിട്ട് വരിക. അതിന്റെ കൂടെ ചില രാസപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രോസ്റ്റഗ്ലാൻഡിൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽസിന്റെ എഫക്റ്റും ഉണ്ട്. ചിലർക്ക് അതിന്റെ കൂടെ ഛർദി, ഓക്കാനം, തലകറക്കം, ലൂസ് മോഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് വളരെ സിവിയർ ആയിരിക്കും ചില കുട്ടികൾക്ക്. അതാണ് പ്രൈമറി ഡിസ്മെനോറിയ. അതിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് ചോദിച്ചാൽ അത് 3-4 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് മാറും. പക്ഷെ സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത് ഈ പ്രായത്തിൽ വളരെ റെയർ ആയിട്ടേ കാണാറുള്ളൂ. അത് ആന്തരിക അവയവങ്ങൾക്ക്, യൂട്രസിനോ അവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുള്ള പെൺകുട്ടികൾക്കാണ് സെക്കൻഡറി ഡിസ്മെനോറിയ വരിക. അത് പീരിയഡ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ അതിന്റെ പെയിൻ തുടങ്ങാം.
പീരിയഡ്സിന്റെ ദിവസങ്ങളിലെല്ലാം ആ വേദന നിൽക്കാം. പിന്നെ പീരിയഡ്സ് കഴിഞ്ഞിട്ടും പെയിൻ നിൽക്കാം. അങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിനെ കൂടുതൽ ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും ഇവാലുവേറ്റ് ചെയ്യുകയും ആവശ്യമായിട്ട് വരും. അതാണ് പീരിയഡ്സിന്റെ സമയത്ത് വേദന. ഡോക്ടർ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും നസീമയാണ് വിളിക്കുന്നത്. നസീമ, ഡോക്ടറിനോട് ചോദിച്ചോളൂ, കേൾക്കാം. ഹലോ, കേൾക്കുന്നില്ലേ? ചോദിച്ചോളൂ. ഡോക്ടർ ഞാനൊരു ചോദിക്കുകയാണ്. ഡോക്ടർ, എനിക്കാണെങ്കിൽ ഈ പീരീഡ്സ് വന്നിട്ട് ഇപ്പം വളരെ ബുദ്ധിമുട്ടായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതായത് കാരണം ഇപ്പം മറ്റേ ഏതാണ്ട് ഇപ്പൊ 40 വയസ്സായി. ഡോക്ടർ കേൾക്കാമോ? കേൾക്കാം, പിന്നെ 40 വയസ്സായി ഡോക്ടർ. എന്നിട്ട് ഇതുപോലെ ആ പീരീഡ്സ് നിൽക്കുന്നില്ല. ആദ്യമൊക്കെ നല്ല കട്ടയായിട്ട് വരുന്നു. നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ടെന്നും കൂടെ പറയാമോ? പിന്നെ ഏതാണ്ട് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്താ ആദ്യമൊക്കെ നല്ല കട്ടയായിട്ട് വരും. പിന്നെ അത് വീണ്ടും അങ്ങ് ഒരു കേൾക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 40 വയസ്സുള്ള ഒരു സ്ത്രീക്ക് ഹെവി ബ്ലീഡിംഗ് എന്നാണ് പറഞ്ഞതെന്ന് അർത്ഥമാക്കുന്നത്. അത് പല രീതിയിലുള്ള ബ്ലീഡിംഗ് ഉണ്ടാവാം. പീരീഡ്സ് വന്നിട്ട് നിൽക്കാതിരിക്കുക, ഒരു പീരീഡ്സ് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം 15 ദിവസം കഴിയുമ്പോൾ വീണ്ടും വരിക. ഒരു ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിംഗ്, പീരീഡ്സിന്റെ ഇടയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുക. അങ്ങനെ ഇതിന് ഒരു അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് നമ്മൾ പറയും. അതിന് പല പാറ്റേൺസ് ഉണ്ട്. ഏതെങ്കിലും 40 വയസ്സുള്ള സ്ത്രീക്ക് ഈ രീതിയിൽ ബ്ലീഡിംഗ് വന്നാൽ തീർച്ചയായിട്ടും ഫർദർ ഇവാലുവേഷൻ വേണ്ടി വരും. അതിന് നമ്മളെ സഹായിക്കുന്നത് അൾട്രാസൗണ്ട് ആണ്. എത്രയും വേഗം ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഒരു അൾട്രാസൗണ്ട് ചെയ്യണം. അപ്പോൾ യൂട്രസിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണോ, ചെറിയ പോളിപ്പുകളോ ചെറിയ മുഴകളോ ഉള്ളത് കൊണ്ടാണോ ബ്ലീഡിംഗ് ഉണ്ടാകുന്നത്, അതോ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ടാണോ ഉണ്ടാകുന്നത്? പിന്നെ 40-ാം വയസ്സിലെ പ്രസവം നിർത്തിയിട്ടില്ലാത്ത സ്ത്രീ ആണെങ്കിൽ പ്രഗ്നൻസിയെ കുറിച്ചും ചിന്തിക്കണം. അപ്പൊ ബ്ലീഡിംഗ് കൂടുതലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അൾട്രാസൗണ്ട് ചെയ്ത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഒരു അൾട്രാസൗണ്ട് ചെയ്ത് എന്താണ് പ്രോബ്ലം എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. ഗൈനക്കോളജിസ്റ്റിന് അടുത്ത് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഒരു ക്ലിനിക്കലായിട്ട് എക്സാമിൻ ചെയ്യും. അതിനുശേഷമായിരിക്കും അൾട്രാസൗണ്ട് ചെയ്യുക. നന്ദി, വിളിച്ചതിന്. സംശയം അതിൽ വ്യക്തത വന്നു എന്ന് കരുതുകയാണ്. ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കൗമാരക്കാരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ആർത്തവ ഘട്ടത്തിലുണ്ടാകുന്ന ശാരീരികമായ മാറ്റങ്ങളുമൊക്കെയാണ്. ഇതിൽ ഏറ്റവും കൂടുതലായി കേൾക്കുന്നൊരു വാക്കാണ് PCOD എന്നുള്ളത്. PCOD വരുന്ന കുട്ടികൾ ഒരുപാട് അവർക്ക് മാനസികമായ പ്രശ്നങ്ങൾ, ശാരീരികമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ഈ PCOD എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? ഈ ചോദ്യം ചോദിച്ചതിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. കാരണം എൻ്റെ ഏത് ഗൈനക്കോളജിസ്റ്റിന്റെ OP-യില് ഏറ്റവും കൂടുതൽ ഒരു സ്കാൻ റിപ്പോർട്ടുമായിട്ട് ഒരു അമ്മയും മോളും കൂടെ കയറി വരുന്നത് ഈ PCOD എന്നുള്ള ഡയഗ്നോസിസുമായിട്ടായിരിക്കും. വളരെ പലമായ മിത്തുകള്, പല ശാസ്ത്രീയമല്ലാത്ത ചില വിവരങ്ങളുമായിട്ടായിരിക്കും അവർ വരുന്നത്. PCOD എന്ന് പറഞ്ഞ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. ഇതൊരു ഹോർമോൺ വേരിയേഷൻ ആണ്. പലരും വരുന്നത് ഓവറിയിൽ സിസ്റ്റ് ഉണ്ട്, ഓവറിയിൽ ട്യൂമർ ഉണ്ട്, ഓവറിയിൽ കുരുക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്. ഇതൊരു ഓവുലേഷൻ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ഓവുലേഷൻ 14-ാമത്തെ ദിവസം നടന്നെങ്കിൽ മാത്രമേ നമുക്ക് 28 ദിവസം കഴിയുമ്പോൾ പീരിയഡ്സ് വരികയുള്ളൂ. പക്ഷെ ചില സാഹചര്യങ്ങൾ മൂലം അത് ഡെഫിനറ്റ് ആയിട്ട് എന്തുകൊണ്ടെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പാരമ്പര്യമാവാം, ചിലപ്പോൾ പെൺകുട്ടിയുടെ ശാരീരികമായ വ്യതിയാനങ്ങളാവാം, ബോഡി വെയിറ്റ് കൂടുന്നത് കൊണ്ടാവാം. ഹോർമോൺസിന് ഒരു ഇംബാലൻസ് വന്നിട്ട് ഈ 14th ഡേയിൽ നടക്കേണ്ട അണ്ടോത്പാദനം നടക്കുന്നില്ല. അതാണ് PCOD. ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് ചില ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടാവും. ഒന്ന്, അവർക്ക് ബോഡി വെയിറ്റ് കൂടുതലായിരിക്കും. 2, അവർക്ക് അടിവയറ് ചിലപ്പോൾ കുറച്ച് ചാടിയിട്ടുണ്ടാവും. 3, കഴുത്തിന് ചുറ്റും ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ, പിഗ്മെന്റേഷൻ കഴുത്തിന് ചുറ്റും കൂടാൻ സാധ്യതയുണ്ട്. ചിലർക്ക് മുഖത്ത് കുരുക്കൾ വരാം, ചിലർക്ക് ഹെയർ ഗ്രോത്ത് കൂടാം, പീരിയഡ്സ് ഇറഗുലർ ആവാം. ഡോക്ടർ, ഒന്ന് ഇടപെടുകയാണ്. നമുക്കിപ്പോൾ ഒരു പ്രേക്ഷക കൊല്ലത്ത് നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീവിദ്യ എന്നാണ് പേര്. ശ്രീവിദ്യ, കേൾക്കാമോ? കേൾക്കാം. ചോദിച്ചോളൂ. മാഡം, എന്റെ മോൾക്ക് 10 വയസ്സായപ്പോ ഇതായതാ, പീരീഡ്സ് ആയതാ. 10 വയസ്സിലെ പിന്നെ അത് 1 വർഷം കറക്റ്റ് ആയിട്ട് മെൻസസ് ആയി. അതിനുശേഷം ഇത് ഇപ്പം 2 മാസം കൂടുമ്പോഴൊക്കെയാ വന്നോണ്ടിരിക്കുന്നത്. പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്ത് 8-ാം വയസ്സിലോ 9-ലോ 10 വയസ്സിലോ പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം 2 തൊട്ട് 5 വർഷം വരെ എടുക്കും ഈ ഇന്റേണൽ ഓർഗൻസ്, നമ്മുടെ അകത്തുള്ള യൂട്രസ്, ഓവറിയൊക്കെ ഒന്ന് മച്ചുർ ആവാനായിട്ടും
ഹോർമോൺസ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടും ഒരു പെൺകുട്ടിക്ക് 2 തൊട്ട് 5 വർഷം വരെ സമയമെടുക്കും. ആ സമയത്ത് 4-5 രീതിയിലുള്ള ബ്ലീഡിംഗ് വ്യതിയാനങ്ങൾ പെൺകുട്ടികൾക്ക് കാണാറുണ്ട്. ചിലർക്ക് പീരിയഡ്സ് വന്നാൽ ചിലപ്പോൾ 3-4 മാസം അല്ലെങ്കിൽ 6 മാസം വരേക്കും പീരിയഡ്സ് വരാതിരിക്കും, ചിലപ്പോൾ 1 വർഷം വരെയും വരാതിരിക്കും. അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശാരീരിക മാറ്റങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് നിങ്ങളുടെ മോൾക്ക് പീരിയഡ്സ് ആയത്. എല്ലാ മാസവും പീരിയഡ്സ് വരണമെന്നുണ്ടെങ്കിൽ അതിനെ പ്രകൃതിക്ക് ഒരു സമയം കൊടുത്തേ പറ്റൂ. അത് 2 വർഷം തൊട്ട് 5 വർഷം വരെ എടുക്കാം. ഇപ്പൊ പീരിയഡ്സ് 1 വർഷം കഴിഞ്ഞ് വരുന്നതിന് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ മോൾക്ക് ചിലപ്പോൾ പീരിയഡ്സ് വന്നാലും വളരെ സ്കാൻഡി, അതായത് ഒരു പാഡ് പോലും നനയാനില്ല, ഒരു ഡ്രോപ്പ് പോലെയും ബ്ലീഡിങ് വരാം. അതും ഈ പ്രായത്തിൽ നോർമലാണ്. ചിലർക്ക് 2-3 മാസം കഴിഞ്ഞിട്ട് വരാം, റെഗുലർ അല്ല. പക്ഷെ വന്നാൽ കറക്റ്റായിട്ട് നിൽക്കാം. ചിലർക്ക് പീരിയഡ്സ് വന്നാൽ, കൊച്ചു കുട്ടികൾക്ക് പീരിയഡ്സ് വന്നാൽ നിൽക്കത്തില്ല. 15, 16, 20 അല്ലെങ്കിൽ 1 മാസം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ് ഉണ്ടാവാം. ചില പെൺകുട്ടികൾക്ക് പീരിയഡ്സ് വന്നു നിന്നു, 10 ദിവസം കഴിഞ്ഞ് വീണ്ടും വന്നു നിന്നു, ഇങ്ങനെ കൂടെ ബ്ലീഡിങ് വരാം. ഞാനിപ്പോൾ ഒരു 4-5 ടൈപ്പ് ബ്ലീഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം ഈ കൊച്ചു പെൺകുട്ടികൾക്ക് വരാം. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യമാണ്. ഒരിക്കൽ പീരിയഡ്സ് വന്നു കുറേ വരുന്നത്, അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. അത് പ്രകൃതി ആ കുട്ടിയെ ഒന്ന് മച്ചുറാക്കാൻ എടുക്കുന്ന ഒരു സമയമൊന്നും മാത്രമേ ഉള്ളൂ, അത് രോഗമല്ല. ശരി, നന്ദി വിളിച്ചതിന്. ഡോക്ടർ, നമ്മൾ PCOD കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ഇതിനു മുൻപ്, അത് തുടരാം. PCODയുടെ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒബീസിറ്റിയാണ് ഏറ്റവും മെയിനായിട്ട് കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് പീരിയഡ്സ് ഇറഗുലാരിറ്റി വരും. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ 5 തരത്തിലുള്ള ബ്ലീഡിങ്ങിൽ ഏത് വേണമെങ്കിലും ഈ PCOD കുട്ടികൾക്കും വരാം. അപ്പൊ നമ്മൾ ഒരു യങ് ഗേൾ PCOD ആണ്, സ്കാൻ റിപ്പോർട്ട് അങ്ങനെ വന്നിരിക്കുന്നു, പീരിയഡ്സ് ഇറഗുലർ ആണ് എന്ന് പറഞ്ഞു വന്നാൽ നമ്മൾ അവരുടെ പീരിയഡ്സ് റെഗുലറൈസ് ചെയ്യാനുള്ള മരുന്ന് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 2 അല്ലെങ്കിൽ 3 കാര്യങ്ങൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന്, പീരിയഡ്സ് വന്നിട്ട് നിൽക്കാതിരിക്കുന്നു, ആ കുട്ടിയുടെ ഹീമോഗ്ലോബിൻ ലെവൽ താഴുന്നു, വിളർച്ച ഉണ്ടാവുന്നു, തീർച്ചയായിട്ടും ആ കുട്ടിയെ നമ്മൾ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. രണ്ടാമത്, എവറി 10th ഡേ അല്ലെങ്കിൽ 15th ഡേ പീരിയഡ്സ് വരുന്നു, അതും ഹീമോഗ്ലോബിൻ വിളർച്ച ഉണ്ടാക്കും, ഹീമോഗ്ലോബിൻ കുറയും. അങ്ങനെയുള്ള പെൺകുട്ടികൾക്കും നമ്മൾ PCOD പെൺകുട്ടികൾക്ക് പീരിയഡ്സ് റെഗുലറൈസ് ചെയ്യാനുള്ള മരുന്ന് കൊടുക്കേണ്ടി വരും. പിന്നെ ചിലർക്ക് 4 അല്ലെങ്കിൽ 5 മാസമൊക്കെ കഴിഞ്ഞിട്ടും പീരിയഡ്സ് വരാത്ത കുട്ടികൾക്ക് നമ്മൾ പീരിയഡ്സ് വരുത്താനുള്ള ഗുളികകൾ കൊടുക്കും. അല്ലാണ്ട് പീരിയഡ്സ് വന്നു വളരെ കുറച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ 3-4 മാസം കൂടുമ്പോൾ വരുന്നുണ്ട്, അത് റെഗുലർ ആണ് എന്ന് പറയുന്ന PCOD സ്കാൻ റിപ്പോർട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ അവരെ റീഅഷ്യൂർ ചെയ്യുകയുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ബോഡി വെയിറ്റ് കൂടുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് കാണാറുണ്ട്. ബോഡി വെയിറ്റ് കൂടുന്നത് എങ്ങനെയെന്ന് അറിയാനായിട്ട് ഞാൻ എല്ലാവരും അവനവന്റെ പൊക്കത്തെ കുറിച്ച് അവെയർ ആയിരിക്കണം. എത്ര സെന്റിമീറ്റർ പൊക്കം ഉണ്ടോ അതിൽ നിന്ന് 100 മൈനസ് ചെയ്യുന്നതാണ് ഏകദേശം. അതായത് ഒരു 160 സെന്റിമീറ്റർ പൊക്കമുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ 100 മൈനസ് ചെയ്യുമ്പോൾ 60 വരിക. അതാണ് ഒരു ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ബോഡി വെയിറ്റ്. രണ്ടാമത്, ബോഡി മാസ് ഇൻഡെക്സ്, ബോഡി വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ എന്ന് പറയും. അത് അങ്ങനെ നോക്കിയാലും ഒരു 20-നും 28-നും ഇടയ്ക്കൊക്കെ നിൽക്കുന്നതാണ് ഒരു BMI, നോർമൽ BMI. ഒരു 28-നും 30-നും ഇടയ്ക്ക് വന്ന ഓവർ വെയിറ്റ് എന്നും 30 കഴിഞ്ഞാൽ ഒബേസിറ്റി എന്നും പറയാറുണ്ട്. അപ്പം അവനോട് തന്നെ സ്വന്തം ശരീരത്തെ കുറിച്ച് ബോഡി വെയിറ്റ് കൂടുതലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ വേസ്റ്റിന്റെ അളവ്, അരക്കെട്ടിന്റെ അളവ്, അത് നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ റിബിന്റെയും ഹിപ്പ് ബോണിന്റെ ഇടയ്ക്കായിട്ട് മൊത്തം നടുക്ക് ടേപ്പ് വെച്ചിട്ട് അളക്കുക. അത് നമ്മുടെ പൊക്കത്തിന്റെ പകുതിയിൽ കൂടുതൽ വരാൻ പാടില്ല. ശരി ഡോക്ടർ, ഒന്ന് ഇടപെടുന്നു. ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. പത്മിനി കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്. പത്മിനി, കേൾക്കാമോ? കേൾക്കാം. ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. മോള് 9 വയസ്സിലെ പീരിയഡ്സ് ആയതാണ്. പീരിയഡ്സ് ആയതാണ്. പിന്നെ ടിവിയിൽ ശ്രദ്ധിക്കാതെ ചോദിച്ചോളൂ. പിന്നെ മോൾക്ക് ഇപ്പോൾ ആ പീരിയഡ്സ് ആയ സമയത്ത് 9 വയസ്സിലായ സമയത്ത് 1 വർഷത്തോളം വളരെ വിഷമായിരുന്നു. ബ്ലീഡിങ് കൂടുതലായിരുന്നു. 1 വർഷത്തോളം ഞാൻ ചികിത്സയൊക്കെ നൽകിയിരുന്നു. അതിപ്പോ നോർമലായിട്ട് വന്നിട്ടുണ്ട്. ഒരു 5 ദിവസമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ബ്ലീഡിങ്. പിന്നെ ഇപ്പം ഇല്ല, ഒരു പ്രശ്നം എന്ന് വെച്ചാല് കൊച്ചിന് പീരിയഡ്സ് ആകുന്നതിന് മുമ്പേ, ഒരാഴ്ച മുമ്പേ വല്ലാത്ത പനിയും തലകറക്കവും ഇങ്ങനെയൊക്കെയാണ്. ബോധക്ഷയം വരെ ഉണ്ടാവുന്നത്. അല്ലാത്ത 2-3 ദിവസം നല്ല വേദനയും വരുന്നുണ്ട്. അതെന്തായിരിക്കും? പീരിയഡ്സിന്റെ തൊട്ട് മുമ്പ്, അത് ഞാൻ പറയുന്നുണ്ട്, ഒരു പീരിയഡ്സിന്റെ തൊട്ട് മുമ്പ് ഒരു 1 വീക്ക് or 10 days ബിഫോർ
വരുന്നതിന് മുമ്പ് ചില സൈക്കോസൊമാറ്റിക് ചേഞ്ചസ് ചില പെൺകുട്ടികളുടെ ശരീരത്തിൽ വരാറുണ്ട്. സൈക്കോസൊമാറ്റിക് എന്ന് പറഞ്ഞാൽ ശാരീരികമായ കുറെ വ്യതിയാനങ്ങള്, കുറച്ച് മാനസികമായ ബുദ്ധിമുട്ടുകള്, ബിഹേവിയറൽ പ്രോബ്ലംസ് ചില പെൺകുട്ടികൾക്ക്, നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 20% പെൺകുട്ടികളിലും ഇങ്ങനൊരു മാറ്റം, അതായത് പീരീഡ്സ് വരുന്നതിന് ചിലപ്പോൾ ഒരു 5 ദിവസം മുമ്പായിരിക്കാം, അല്ല ഒരാഴ്ച മുമ്പായിരിക്കാം. അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ മാസവും കറക്റ്റ് സമയത്ത് വരും. പീരീഡ്സിന്റെ ഒരു 4ാമത്തെ ദിവസം ആകുമ്പോൾ അത് ഡിസപ്പിയർ ചെയ്യുകയും ചെയ്യും. ആ സമയത്ത് നമ്മുടെ കുട്ടി ബിഹേവ് ചെയ്യുന്നത് ഇറിറ്റേഷൻ, ദേഷ്യം, സങ്കടം, ചിലർക്ക് വയറ് വീർത്തിരിക്കുന്നതായിട്ട് തോന്നുക, ചിലർക്ക് ബ്രസ്റ്റിന് വേദന വരിക, ഇമോഷണൽ ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ഈ ബോഡി ടെമ്പറേച്ചർ കൂടുക, മുടി കൊഴിയുക, ഇങ്ങനെയുള്ള കുറേ ശാരീരിക മാറ്റങ്ങൾ ഈ പർട്ടിക്കുലർ പീരീഡിൽ ചില പെൺകുട്ടികൾക്ക്, ഞാൻ പറഞ്ഞല്ലോ ഒരു 20% ആൾക്കാർക്കും ഇത് കാണാറുണ്ട്. ഇതിന് ഞങ്ങൾ PMS എന്നാണ് പറയാ, പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം. അതിനകത്ത് ശാരീരിക മാറ്റങ്ങളുണ്ട്, മാനസിക മാറ്റങ്ങളുണ്ട്. പക്ഷെ അതിന്റെ പ്രത്യേകത കറക്റ്റ് പീരീഡ്സ് ആയി കഴിയുമ്പോൾ അത് നിൽക്കുകയും ചെയ്യും. ഇത് ഇങ്ങനെ ഒരു സംഭവം, അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില ഹോർമോൺസിന്റെ വ്യതിയാനം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അത് പെൺകുട്ടികൾക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം അമ്മയും മോളും മനസ്സിലാക്കി കഴിയുകയും അതിനെ ആ പെൺകുട്ടി ഒന്ന് റീഅഷ്യൂർ ചെയ്യുകയും ആ ഒരു സമയം കടന്നു പോകാനായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ഹെൽപ്പ് ചെയ്യും, കാൽസ്യം ടാബ്ലറ്റ്സ് ഹെൽപ്പ് ചെയ്യും. റീഅഷ്യൂറൻസ് മാത്രം മതി. അങ്ങനെ പോയി കഴിഞ്ഞാൽ പനി ഉണ്ടെങ്കിൽ മാത്രം പനിക്കുള്ള ടാബ്ലറ്റ് കൊടുക്കുക. അങ്ങനെ ആ ഒരു പീരീഡ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് മാറുന്നതാണ്. വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ അതിന് വേറെ കൂടിയ മെഡിക്കേഷൻ, നമ്മുടെ കയ്യിൽ ഹോർമോൺ ടാബ്ലറ്റ്സ് ഉണ്ട്, ഈസ്ട്രജൻ അടങ്ങിയ ടാബ്ലറ്റ്സ് ഉണ്ട്, പ്രൊജസ്ട്രോൺ അടങ്ങിയ ടാബ്ലറ്റ്സ് ഉണ്ട്. ചിലർക്ക് വളരെ ചുരുക്കം ചിലർക്ക് അതിന്റെ ആവശ്യം വരും. അതിനേക്കാൾ കൂടിയ ചില ഡിപ്രഷൻ എന്നൊക്കെ പറയാം, എന്ന് വെച്ചാൽ ആ സമയത്ത് മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വളരെ ചുരുക്കം ചില ആൾക്കാരുണ്ട്. ഈ PMSന്റെ പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോത്തിന്റെ ഒരു സിവിയർ ഫോം, വളരെയധികം ദുഃഖം, വളരെയധികം ഡിപ്രഷൻ, അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിന്റെ ഹെൽപ്പോടുകൂടി ആ ഡിപ്രഷനിൽ മാറാനുള്ള ടാബ്ലറ്റ് വരെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരാറുണ്ട്. എങ്കിലും ഇത് ചില പെൺകുട്ടികൾ ഉണ്ടാകുന്ന ഒരു നോർമൽ പ്രതിഭാസമാണെന്ന് മനസ്സിലാക്കി പീരീഡ്സ് കഴിയുമ്പോൾ അത് മാറും എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതി. അതിനൊരു ഇമോഷണൽ സപ്പോർട്ട് ആ കുട്ടിക്ക് ചെയ്തു കൊടുത്താൽ മതി. നന്ദി വിളിച്ചതിന് ഡോക്ടർ. അതുപോലെ മറ്റൊരു സംശയം, ചില പെൺകുട്ടികൾക്ക് 12-13 വയസ്സിൽ പീരീഡ്സ് ആവുകയും പിന്നീട് അങ്ങോട്ട് 20 വയസ്സ് വരെ എത്തും, അല്ലെങ്കിൽ 18 വയസ്സ് കഴിയുമ്പോഴും വലിയ രീതിയിൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്നില്ല, സ്പോട്ടിംഗ് മാത്രമായി നിൽക്കുന്ന ഒരു സാഹചര്യം. അത് എന്തെങ്കിലും തരത്തിൽ ഭയപ്പെടേണ്ടതാണോ, അതോ അതും സാധാരണയായി ശാരീരികമായ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന കാര്യങ്ങളാണോ? ഹോർമോണൽ ചേഞ്ചസ് ഒന്നും പ്രത്യേകിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴൊന്നും കാണാറുമില്ല. എന്നാൽ ഇത്തരത്തിൽ ഒരു സ്പോട്ടിംഗ് മാത്രമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? സ്പോട്ടിംഗ് മാത്രമായിട്ട് നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ചില ഹോർമോണൽ വേരിയേഷൻ കൊണ്ടാണ്. അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് മിക്കവർക്കും ബോഡി വെയിറ്റ് കൂടുതലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൊക്കത്തിനനുസരിച്ചായിരിക്കത്തില്ല അവരുടെ വെയിറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ വെയിറ്റ് റിഡക്ഷൻ, അതിന് വളരെ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുകയാണ്. എക്സസൈസ് ആൻഡ് ഫുഡ്, അത് നമ്മുടെ പെൺകുട്ടികൾ അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം. ബോഡി വെയിറ്റ് കുറഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ സ്കാൻഡി പീരീഡ്സ് വളരെ കുറച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ പീരീഡ്സ് സൈക്കിൾസ് റെഗുലർ അല്ല, ഇതെല്ലാം എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാം. ഹോർമോൺസ് ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ നോർമൽ ആയിരിക്കാം. പക്ഷെ റെഗുലർ എക്സസൈസ് ആൻഡ് ഡയറ്റ് കൺട്രോൾ. എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ വെറുതെ എക്സസൈസ് പറഞ്ഞു കൊടുത്താൽ പോരാ. ഇപ്പൊ എല്ലാ സ്ഥലത്തും ജിം ഒന്നും ഉണ്ടാവില്ല, എല്ലാ സ്ഥലത്തും സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവില്ല. അപ്പൊ അതിന് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്കിപ്പിംഗ് റോഡ് മേടിച്ച് കൊടുക്കുകയാണ് പെൺപിള്ളേർക്കെല്ലാം. സ്കിപ്പ് ചെയ്യാൻ പഠിപ്പിക്കുക. പിന്നെ നടക്കാൻ കിട്ടുന്ന സാഹചര്യങ്ങളെല്ലാം നടക്കുക. ഓട്ടോറിക്ഷ യാത്രകൾ അങ്ങനെയുള്ളതെല്ലാം ഒഴിവാക്കി സ്റ്റെപ്പ് കയറുക, ലിഫ്റ്റ് ഉപയോഗിക്കാതിരിക്കുക, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. കൂടാതെ ഒരു 30 മിനിറ്റ് ഒരു ദിവസം മിനിമം നല്ല എക്സസൈസ് ചെയ്യുക. അങ്ങനെ 5 ദിവസം അതെല്ലാ പെൺകുട്ടികളും ചെയ്തിരിക്കണം. തടി ഉണ്ടെങ്കിലും തടി ഇല്ലെങ്കിലും എക്സസൈസ് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം. രണ്ടാമത് ഡയറ്റ്. എല്ലാവരും ചോദിച്ചാൽ പറയും നമ്മൾ ഒന്നും കഴിക്കുന്നില്ല എന്ന് പറയും. പക്ഷെ ഈ നമ്മൾ പറയുമ്പോൾ കലോറി റിച്ച് ഫുഡ് എന്ന് പറയും. ഒത്തിരി മധുരമുള്ള സാധനങ്ങൾ, എണ്ണ പലഹാരങ്ങൾ, ഒത്തിരി അരി ആഹാരങ്ങൾ ഒക്കെ കഴിക്കുന്ന പെൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും ബോഡി വെയിറ്റ് കൂടും. അപ്പോൾ ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ബോഡി വെയിറ്റിനെ കുറിച്ച് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതല്ലാണ്ട് സ്കാൻഡി ചെറിയ ഡ്രോപ്പായിട്ട് വരുന്ന ബ്ലീഡിങ്ങിന് ഒരു മരുന്നും ഞങ്ങൾ നിർദ്ദേശിക്കാറില്ല. ശരി ഡോക്ടർ, ഇപ്പോൾ നമുക്കൊപ്പം പാലക്കാട് നിന്നും സുനിത എന്നൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. സുനിത, കേൾക്കാമോ? ഡോക്ടറിനോട് ചോദിക്കാം. സാറേ, ഞാനേ മകൾക്ക് വേണ്ടിയിട്ട് വിളിക്കണ്ടേ. മകൾക്ക് ഇങ്ങനെ പീരീഡ്സ് ആവാറായി നേരത്തെ അവൾക്ക് ഛർദിയും വയറുവേദനയും ഒക്കെ നന്നായിട്ട് എടുക്കലുണ്ടേ. കേക്കണ്ട്.
സാറേ മകൾക്ക് വേണ്ടിയിട്ടാ വിളിക്കണത്. അപ്പൊ ആ മകൾക്ക് ഇങ്ങനെ പീരീഡ്സ് ആവാറായി നേരത്തെ ഛർദിയും വയറുവേദനയും എല്ലാം എടുക്കും. അവൾക്ക് നന്നായി വോമിറ്റ് ചെയ്യാനൊക്കെ വരും നന്നായിട്ട്. അപ്പൊ അതെന്താന്ന് അറിയാൻ വേണ്ടിട്ട്. ഈ പീരിയഡ്സിന്റെ സമയത്ത് നമ്മുടെ പെൺകുട്ടികളുടെ ശരീരത്തിൽ ചില ഹോർമോൺ ചേഞ്ചസും ചില രാസപ്രവർത്തനങ്ങളും നടക്കാറുണ്ട്. മെയിൻലി നമ്മൾ പ്രോസ്റ്റാഗ്ലാൻഡിൻ, അത് പേര് നിങ്ങൾ അറിയണമെന്നില്ല, പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറഞ്ഞിട്ടൊരു കെമിക്കൽ ഉണ്ട്. അതിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് പെൺകുട്ടികൾക്ക് യൂട്രസിന്റെ പെയിൻ വരുന്നത്. അതിന്റെ ഫലം കൊണ്ടാണ് ചിലർക്ക് ഛർദി, ഓക്കാനം, ലൂസ് മോഷൻ ഒക്കെ ഉണ്ടാകുന്നത്. അത് ആ പെൺകുട്ടിയുടെ ഒരു ദിവസത്തെ സ്കൂൾ പഠനം അവതാളത്തിലാക്കുകയോ അല്ലെങ്കിൽ വളരെയധികം ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടാക്കുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിന് മരുന്നിന്റെ ആവശ്യമുള്ളൂ. ഇങ്ങനെയുള്ള ഈ പെയിനും ഇത് വയറ്റുവേദനയും ഛർദിയും ഓക്കാനും ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ടാബ്ലറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. അത് ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ചിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ അതിനു മുമ്പ് ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള കാര്യമാണെന്നും 1-2 ദിവസം കൊണ്ട് മാറിപ്പോകുന്നു എന്ന് റീഅഷുറൻസ് ചെയ്യുക. ആ ദിവസങ്ങളിൽ നമുക്ക് ഫുഡ് ഒന്ന് മാറ്റാം. ഒത്തിരി എണ്ണ പലഹാരങ്ങൾ, ഒത്തിരി എരിവുള്ള, ഒത്തിരി മധുരമുള്ള സാധനങ്ങൾ ഒക്കെ ഒന്ന് ഒഴിവാക്കുക. കുറച്ച് ഫ്രൂട്ട്സ്, പച്ചക്കറികളൊക്കെ ധാരാളം ഫുഡിൽ ഉൾപ്പെടുത്തുക. വെള്ളം നന്നായിട്ട് കുടിപ്പിക്കുക. അന്നത്തെ ദിവസം ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, സ്കൂളിലൊക്കെയാണ് സ്പോർട്സ്, ഡാൻസ് നിന്നൊക്കെ ഒന്ന് മാറ്റി നിർത്തുക. പിന്നെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചൂട് വെക്കുന്നതിനൊന്നും പേടിക്കണ്ട. എല്ലാവർക്കും പേടിയാണ് യൂട്രസ് എന്തെങ്കിലും സംഭവിക്കില്ല. ലോവർ അബ്ഡമിൻ, അടിവയറ്റിൽ ചൂട് വെക്കുന്നതിന് കുഴപ്പമില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ ഈ വലിയ വേദനയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. എന്നിട്ടും പറ്റാത്ത ആൾക്കാർക്ക് മാത്രമേ നമ്മൾ വേദന കുറയ്ക്കാനായിട്ടുള്ള ടാബ്ലറ്റ്സ് നിർദ്ദേശിക്കാറുള്ളൂ. അതും ഡോക്ടറുടെ അനുവാദത്തോടുകൂടി ഡോക്ടർ പറയുന്ന മരുന്ന് സാധാരണ അമ്മമാരുടെ കൈ സൂക്ഷിക്കുക. അതും കൊടുക്കുന്നതിനൊരു രീതിയുണ്ട്. പീരീഡ്സ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കൊടുക്കണം. വേദനയോ ഛർദിയോ ഓക്കാനോ ലൂസ് മോഷനോ ഒക്കെ വളരെയധികം കൂടിയതിനു ശേഷം കൊടുത്തുകൊണ്ട് വലിയ പ്രയോജനം വരില്ല. നമ്മൾ ജസ്റ്റ് പീരീഡ്സിന്റെ സ്റ്റാർട്ടിങ് കാണുമ്പോൾ തന്നെ മേ ബി ഒരു ടാബ്ലറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ പറ്റും. പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിന് മരുന്നിനെ ആശ്രയിക്കുന്നതിനേക്കാൾ കുറച്ച് ജീവിത ശൈലി മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ കുറെ എല്ലാം നമുക്ക് ഇത് രോഗമല്ലെന്ന് എല്ലാവരും മനസ്സിലാക്കി ജീവിക്കാമെങ്കിൽ മരുന്നിന്റെ ആവശ്യം ഉണ്ടാകുകയില്ല. നന്ദി വിളിച്ചതിന്. ഡോക്ടർ, ഏതാണ്ട് നമ്മുടെ സമയം അവസാനിക്കാറായിരിക്കുകയാണെങ്കിൽ പോലും ചോദിക്കുകയാണ്, ഇപ്പോൾ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുന്നതും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെ ഡോക്ടർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ അതിൽ തന്നെ പെടുന്നതാണല്ലോ ഈ മുഖക്കുരു വരുന്നത്, ഒപ്പം അമിതവണ്ണം, അതുപോലെ വണ്ണം കുറയുന്നത്, മാത്രമല്ല മാനസികമായി ഒക്കെ പ്രശ്നങ്ങൾ ഇതുകൊണ്ട് നേരിടുന്നു. ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഹോർമോൺ ആയി ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്നതല്ലേ? അതെ, ആൻഡ്രോജനിക് ഹോർമോൺ എന്ന് പറഞ്ഞിട്ട്, അതായത് പുരുഷ ഹോർമോണിൽപ്പെട്ട ഹോർമോൺസ് എല്ലാ പെൺകുട്ടികളുടെയും ശരീരത്തിലുണ്ട്. അത് ഒരു നിശ്ചിത ലെവലിൽ കൂടി കഴിയുമ്പോഴാണ് ഈ മുഖക്കുരു ഉണ്ടാവുന്നത്, ഹെയർ ഗ്രോത്ത് കൂടുന്നത്. ഇതുകൊണ്ടും ഒത്തിരി മാനസിക വിഷമം അനുഭവിക്കുന്ന പെൺകുട്ടികൾ ഇഷ്ടം പോലെയുണ്ട്. ഈ മുഖക്കുരു ചെറിയ 1-2 മുഖക്കുരു അല്ലെങ്കിൽ വല്ലപ്പോഴും ഒന്ന് വന്നു പോകുന്നത് ഈ പ്രായത്തിൽ നമ്മൾ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ്. നമ്മളത് അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ മാത്രമേ ഉള്ളൂ. മുഖം എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കുക, പലപ്പോഴും നല്ല ഇളം ചൂടുവെള്ളത്തിൽ മുഖം കഴുകുക, സോപ്പ് ഉപയോഗിച്ച് കഴുകുകയൊക്കെ ചെയ്താൽ മാറാനുള്ളതേ ഉള്ളൂ. അതിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. കാരണം ഈ ഏജില് ഇങ്ങനെയുള്ള ഈ ടെസ്റ്റോസ്റ്റെറോൺ ടൈപ്പ് ഓഫ് ഹോർമോൺസ് കൂടാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് അക്നെ വൾഗാരിസ് എന്നൊക്കെ പറഞ്ഞൊരു കണ്ടീഷനിലേക്ക് മാറും. കാരണം വളരെയധികം മോക്കുരു കൊണ്ട് വന്നിട്ട് അതിനകത്ത് പസ്സൊക്കെ ഉണ്ടായി, പഴുപ്പൊക്കെ ഉണ്ടായി, വളരെയധികം വൃത്തികേടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരു പീഡിയാട്രീഷ്യനോ ഒരു ഡെർമറ്റോളജിസ്റ്റിനോ നിങ്ങളെ സഹായിക്കാൻ പറ്റും. അതാണ് മുഖക്കുരു. പിന്നെ ഹിർസ്യൂട്ടിസം എന്ന് പറയും. ഹിർസ്യൂട്ടിസം എന്ന് വെച്ചാൽ രോമ വളർച്ച. നമുക്കെല്ലാം അറിയാം, പെണ്ണുങ്ങളുടെ രോമ വളർച്ച എന്ന് പറയുന്നത് വേറൊരു പാറ്റേൺ ആണ്, ആണുങ്ങളുടെ വേറൊരു പാറ്റേൺ ആണ്. പക്ഷെ ചിലർക്ക് ഈ ആണുങ്ങളുടെ ടൈപ്പ് ഓഫ് രോമ വളർച്ച, മീശ ഉണ്ടാവുക, മുഖത്തൊക്കെ രോമം വരിക, കഴുത്തിൽ രോമം വരിക, പൊക്കിളിന്റെ താഴേക്ക് രോമം വരിക, അദ്ദേഹത്തെ ആണുങ്ങളുടെ ടൈപ്പ് ഓഫ് ഒരു രോമത്തിന്റെ ഒരു പാറ്റേൺ ഉണ്ടാവുക, അത് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ചില പെൺകുട്ടികളെ. പക്ഷെ നിർഭാഗ്യവശാൽ രോമം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് മരുന്ന് കൊണ്ട് ആ രോമം കളയാൻ പറ്റത്തില്ല. അതിന് മെക്കാനിക്കൽ ഡിവൈസ് മാത്രമേ ഉള്ളൂ. നമുക്കറിയാലോ, ത്രെഡിങ് അല്ലെങ്കിൽ വാക്സിങ് അല്ലെങ്കിൽ ബ്ലീച്ചിങ് അങ്ങനെയുള്ളതൊക്കെ മാത്രമേ ഉള്ളൂ. കൂടുതലായി കഴിഞ്ഞാൽ ലേസർ തെറാപ്പി ഉണ്ട്, ഇലക്ട്രോലൈസിസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഫർദർ രോമം വരാതിരിക്കാനായിട്ടും പീരിയഡ്സ് ഹോർമോൺസ് റെഗുലറൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടാബ്ലറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അത് 21 ദിവസം അല്ലെങ്കിൽ 24 ഡേയ്സ് ഒക്കെ വെച്ച് കൊടുക്കേണ്ടി വരും. പക്ഷെ ഉണ്ടായ രോമം കളയാനായിട്ട് നമുക്ക് ഈ മെക്കാനിക്കൽ ഡിവൈസ് മാത്രമേ ഉള്ളൂ, അത് യൂസ് ചെയ്യാം. ശരി ഡോക്ടർ, തിരുവനന്തപുരത്ത് നിന്നും സജന എന്നൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. സജന, ചോദിച്ചോളൂ. ഹലോ മാം, എനിക്ക് 20 ഇയേഴ്സ് ആണ്.
ഹലോ. പറഞ്ഞോളൂ. എനിക്ക് കേൾക്കാം, പറഞ്ഞോളൂ. 2 ഡേയ്സ് ഭയങ്കര വയറുവേദനയാ, ഛർദിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ടാബ്ലറ്റ് കഴിക്കുന്നതിന് പ്രശ്നമുണ്ടോ? പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ടാബ്ലറ്റ് കഴിക്കുന്നതിന് പ്രശ്നമുണ്ടോ? ഏത് ടാബ്ലറ്റ് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞ് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഏത് ടാബ്ലറ്റിനും സൈഡ് എഫക്റ്റ് ഉണ്ടാവാം. അത് പാരസെറ്റമോൾ കഴിച്ചാലും ഉണ്ടാവാം, എന്ത് ടാബ്ലറ്റ്. അപ്പൊ ആ ഒരു ഇത് മനസ്സിൽ കരുതിക്കോണം. രണ്ടാമത്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമുക്ക് കുറച്ച് ചേഞ്ചസ് ജീവിതശൈലിയിൽ വരുത്തിയിട്ട് പെയിൻ മാറുന്നില്ലെങ്കിൽ മാത്രമേ ടാബ്ലറ്റിനെ ആശ്രയിക്കാവുള്ളൂ. അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരുന്ന മരുന്ന് കഴിക്കുന്നത് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഒരു പ്രോബ്ലം വരുത്തത്തില്ല. എപ്പോഴും പീരിയഡ്സ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മേ ബി ആ ടാബ്ലറ്റ് കൊണ്ട് നമുക്ക് ആ മാസത്തെ പീരിയഡ്സിന്റെ വേദന നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. വളരെയധികം ടാബ്ലറ്റ് കഴിക്കേണ്ട ആവശ്യം സാധാരണഗതിയിൽ വരില്ല. ശരി ഡോക്ടർ, നമ്മുടെ സമയം ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇന്നെന്തായാലും കൗമാരപ്രായവും ഹോർമോൺ മാറ്റങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നതും പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതും ഗൈനക്കോളജിസ്റ്റും പരുമല ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ഷെറിൻ ജോസഫാണ്. വളരെയധികം നന്ദി ഡോക്ടർ. ഇതോടെ ഹലോ ഡോക്ടറും പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം.